യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 months കഴിഞ്ഞു കേട്ടോ. എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് തൊട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ ഒരു ലൈഫ് സ്റ്റോറി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ഇരിപ്പാണ് കേട്ടോ. അതായത് കുറച്ച് ട്രാജഡീസും ഒരു പക്ഷേ എൻ്റെ ആ ഒരു ലെവലിലൂടെ കടന്നു പോയവർ നിങ്ങളിലുണ്ടായിരിക്കാം എന്ന് കരുതിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫീൽഡാണ് കോണ്ടന്റ് ക്രിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്തായിരിക്കും നമ്മളെ തേടി വരുന്നത്. ഒരുപക്ഷെ അങ്ങനെ തേടി വരുന്ന പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റണമെന്ന് പറയും. ചിലവർക്ക് കുറച്ചും കൂടി അത് ഡള്ളാക്കി മാറ്റുകയും ചെയ്യും. അപ്പം 2018 എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു എബ്രോഡ് പോയി പഠിക്കണം എന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് +2 കഴിയാറായ അതേ സമയത്ത് തന്നെ എൻ്റെ പാസ്പോർട്ട് റെഡിയാക്കി ഏജൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഏജൻസികളിലേക്ക് വിളിച്ച് എൻ്റെ പോകേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് അറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തുമ്പോൾ നമുക്ക് പൈസ ഇല്ലാത്തതൊരു ഇഷ്യൂവിനെ തുടർന്ന് എൻ്റെ ആ ഒരു വലിയൊരു ആഗ്രഹത്തിന് എനിക്ക് വേണ്ടാന്ന് തന്നെ വെക്കേണ്ടതായിട്ട് വന്നു. അന്നേരം ഞാൻ അനുഭവിച്ചൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ അത്രയ്ക്കും മനസ്സിൽ ആഗ്രഹിച്ച്, അതായത് 1-2 വർഷത്തെ പേരിനോ 1-2 വർഷത്തെ ആഗ്രഹമല്ലായിരുന്നു പുറത്ത് പോയി പഠിക്കാൻ എന്നുള്ളത്. അന്ന് ആ കാലഘട്ടത്തിൽ 2018 അത് കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും പോയി പഠിക്കണതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേഗം പോകണം, എനിക്ക് വേഗം അവിടെ എത്തണം, എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എടുത്തൊരു തീരുമാനത്തിന് ലാസ്റ്റ് എൻ്റേതല്ലാത്തൊരു കാരണത്താൽ എനിക്കത് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്തതാണല്ലേ. ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പുറത്ത് പോയി പഠിക്കുന്ന ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർ? എനിക്ക് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാനായിട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാട്ടോ. കാരണം രാത്രിയോ പകലൊന്നും ഇല്ലാതെ അത്ര എഫേർട്ട് ചെയ്തെടുത്തിട്ട് പോലും നമുക്ക് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാണ്ട് അത്രയും കരഞ്ഞിരുന്ന ഓരോ നിമിഷങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ ലൈഫിൽ. അതൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് ഓക്കെ, അതൊന്ന് പോട്ടെ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമയത്ത് അതങ്ങോട്ട് നടന്നില്ല. അപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 2018 നമ്മുടെ +2 കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അതും അന്നേരം എന്താ പഠിക്കേണ്ടതെന്ന് അറിയാണ്ട് അന്നത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലായുള്ള ഒരു കോഴ്സായിരുന്നു കേട്ടോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെയൊക്കെ.